കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2024 പ്രസവ ചികിത്സാ പിഴവിൽ അന്വേഷണം ആവശ്യപ്പെട്ട യുവതി പേരാമ്പ്ര സ്വദേശി അനുശ്രീയാണ് മന്ത്രി കെ മുരളീധരൻ പരാതി നൽകിയത്. മുൻ സർക്കാരിന്റെ കാലത്ത് നൽകിയ പരാതിയിൽ യാതൊരുവിധ അന്വേഷണവും നടന്നിട്ടില്ല എന്നും കുഞ്ഞിന് ഇപ്പോഴും തങ്ങളെപ്പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നും അനുശ്രീ പറഞ്ഞു. 2 സർജറിക്ക് വിധേയമാകേണ്ടി വന്ന അനുശ്രീയുടെ ആരോഗ്യാവസ്ഥയും സങ്കീർണമാണ്. ഇപ്പോഴും എനിക്ക് ഇരിക്കാനോ അങ്ങനെ എല്ലാവരും ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. കുഷ്യൻ്റെ മുകളിൽ ഇരിക്കാൻ പറ്റും. വേദന ഇങ്ങനെ ശരീരത്തിന് കുട്ടീനെ മര്യാദയ്ക്ക് നമുക്ക് എടുക്കാനാക്കാനോ പറ്റില്ല. വേറൊരാളെ സഹായത്തോടു കൂടിയ കുഞ്ഞിനെയും കൂടി നോക്കുന്നത്. കുട്ടിക്കാണെങ്കിൽ ഇപ്പോഴൊന്നും റെഡി ആയിക്കില്ല. ഇതുവരെ ഒന്ന് തിരിച്ചറിയാം. ഞാളൊന്ന് പേരൻസ് ആണെന്നോ അല്ലെങ്കിൽ ഒന്ന് കേൾക്കുമോ അല്ലെങ്കിൽ കാണുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യുക അതൊന്നുമില്ല. 2.5 വർഷം ഞങ്ങൾ ഇതിന് പുറകെ തന്നെ. പറ്റാവുന്നിടത്തെല്ലാം പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എവിടുന്നും ഞങ്ങൾക്ക് അനുകൂലമായിട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്രയും കാലമായിട്ട് ഒരു അന്വേഷണം പോലും ഉണ്ടായിക്കില്ല. AK അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2024 പ്രസവ ചികിത്സാ പിഴവ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പെൺകുട്ടി ഉന്നയിക്കുന്ന ആരോപണം. പെൺകുട്ടിയും കുടുംബവും ഉന്നയിക്കുന്ന ആരോപണം. അതുമായി ബന്ധപ്പെട്ട് അവർ എവിടെയൊക്കെയാണ് പരാതി നൽകിയിരുന്നത്? എന്തുകൊണ്ടാണ് അത് പരിഗണിക്കപ്പെടാതെ പോയത്? മാധു, ഈ അനുശ്രീ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇപ്പോഴും 26 വയസ്സ് മാത്രമാണ് പ്രായം. 2024 ജനുവരി 18 ഇവർ പ്രസവിക്കുന്നത്. അന്ന് വലിയ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സാ പിഴവ് സംഭവിച്ചു എന്നാണ് അവർ ആരോപിക്കുന്നത്. കാരണം പ്രസവ സമയത്ത് വേണ്ടുന്ന പരിചരണം ഇവർക്ക് ലഭ്യമായില്ല. പലതവണ ഡോക്ടർമാരെ സമീപിച്ച് പരിചരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും പരിചരണം നൽകിയില്ല. പിന്നീട് കുട്ടിയെ ബലം പ്രയോഗിച്ച് വലിച്ചെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതോടുകൂടി തന്നെ കുട്ടിയുടെ തലയടക്കം വലിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഇവർക്ക് വീണ്ടും ശസ്ത്രക്രിയ അടക്കം വേണ്ടി വന്നു. അതോടൊപ്പം തന്നെ ഇവർ കയ്യിൽ ഇട്ടിരിക്കുന്ന സൂചി അടക്കം മുറിഞ്ഞു പോവുകയും അത് എടുക്കുന്നതിന് വേണ്ടി വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും ഇത് സംബന്ധിച്ച് നിരവധി തവണ പോലീസിലും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിലൊക്കെ പരാതി നൽകി. പക്ഷേ ഈ പരാതി അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇവർക്ക് ശാരീരികമായുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇരിക്കാനും നടക്കാനും ഒന്നും കഴിയാത്ത നിലയിലാണ് അവരുള്ളത്. അതോടൊപ്പം തന്നെ കുട്ടിക്കാണെങ്കിൽ ഇപ്പോഴും ഭക്ഷണം ട്യൂബ് വഴിയാണ് അകത്തേക്ക് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ആരാണെന്ന് പോലും കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നിലയിലല്ല. അത്രയേറെ ദുരിതത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ ജോലി അടക്കം ഉപേക്ഷിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ നോക്കേണ്ടുന്ന ഒരവസ്ഥയായതുകൊണ്ട് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ ഇത്തരത്തിലുള്ള പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിക്ക് അന്വേഷണം നടത്താമെന്ന് ഇപ്പോൾ മന്ത്രി ഉറപ്പ് നൽകിയെന്ന കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുണ്ടായതെന്നാണ് പറയുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് മന്ത്രിയുടെ വാക്കുകൾ ഇവർ കാണുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ അന്വേഷണം നടത്താത്തതിനെതിരെ ശക്തമായി അവർ രംഗത്ത് വരികയും ഇക്കാര്യത്തിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം കൂടിയാണ് ഇവർ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. 2 വർഷം മുമ്പുള്ള ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് ഓർമ്മയുണ്ട്. പേരാമ്പ്ര സ്വദേശിനിയായ അനുശ്രീയാണ്. അനുശ്രീ ചികിത്സാ പിഴവ് എന്ന ആരോപണം ഉന്നയിച്ചു. മാത്രമല്ല പ്രസവ സമയത്ത് തനിക്ക് സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ PG ഡോക്ടർമാരടക്കം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതായിരുന്നു അനുശ്രീയുടെ വലിയ പരാതി. അതിനുശേഷം ചികിത്സാ പിഴവ് ഉണ്ടായി എന്നതുകൂടി പറയുകയാണ്. കുഞ്ഞിപ്പോഴും ഗുരുതരമായ ആരോഗ്യ സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. തനിക്കും ശസ്ത്രക്രിയകൾ വേണ്ടി വന്നു എന്നതടക്കം ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. എന്തായാലും പുതിയ ആരോഗ്യ